RSSുമായിട്ടും BJPയുമായിട്ടും ബന്ധമുള്ള 5 അഭിഭാഷകരാണ് ഈ കേസ്, ഈ പരാതി. ശബരിമല എന്ന് പറയുന്ന കേരളത്തിലെ ഈ ക്ഷേത്രത്തിനകത്ത് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല, അതുകൊണ്ട് അവരെ പ്രവേശിപ്പിക്കണം എന്ന ഈ ഹർജി ആദ്യമായിട്ട് കൊണ്ടുപോയി കൊടുത്ത ഈ 5 അഭിഭാഷകരിൽ, വനിതാ അഭിഭാഷകരിൽ ബഹുഭൂരിപക്ഷം പേരും RSSുമായിട്ടും BJPയുമായിട്ടും ബന്ധമുള്ളവരാണ്. അത് തന്നെ ബന്ധമില്ലാത്തവർ, RSSുമായിട്ടും BJPയായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും അവർ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുത്വ സംഘടനകളായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ഈ 5 ആളുകൾ. ആരൊക്കെയാണ്? സംഘപരിവാര കുടുംബങ്ങളിൽ നിന്നുള്ള പ്രേരണാകുമാരി, ഭക്തി പസ്രീജ സേത്ത്, സുധാപാൽ, ലക്ഷ്മി ശാസ്ത്രി എന്നിവരാണ് ഈ വക്കീലന്മാർ. ഇവരാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരുമല്ല, അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിലോ കർണാടകയിലോ ആരുമല്ല, ഒരു വ്യക്തിയുമല്ല ഈ അങ്ങോട്ട് അപേക്ഷയായിട്ട് സുപ്രീം കോടതി സമീപിച്ചത്, ഹർജിയായിട്ട് ചെയ്തത് ഇവരാണ്. സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ എല്ലാവരും വിശ്വാസികളാണ്. ഇപ്പോഴും നമ്മൾ ഇവരുടെ പേര് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇന്ത്യ ടുഡേയിലും ന്യൂസ് മിനിറ്റിലും ഒക്കെയുള്ള ഇവരുടെ ഇന്റർവ്യൂ കാണാം. അവരെല്ലാവരും വിശ്വാസികളാണ്. ദൈവവിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ ഇത് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് മുമ്പിൽ ഞങ്ങളടക്കം എല്ലാവരും തുല്യരാണ്, അതുകൊണ്ടൊക്കെ പറഞ്ഞിട്ടാണ് ഇവർക്ക് ചെന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പ്രേരണാകുമാരി അഡ്വക്കേറ്റ് അവർ BJPയുടെ നേതാവായിരുന്നു. അവരെ ആ കാലത്ത് തന്നെ ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്താൽ കാണാം, ചൗക്കിദാർ പ്രേരണ എന്നായിരുന്നു ട്വിറ്ററിൽ അക്കൗണ്ടിൽ അവരുടെ പേര്. അക്കാലത്ത് ഈ പ്രശ്നം ഉണ്ടാകുന്ന ചൗക്കിദാർ ഓർമ്മയുണ്ടല്ലോ, പ്രധാനമന്ത്രിയുടെ ഒരു ക്യാമ്പയിൻ ആയിരുന്നു അക്കാലത്ത്. BJPയുടെ പതാക പിടിച്ചു നിൽക്കുന്ന BJPയുടെ സുപ്രീം കോടതിയുടെ ലീഗൽ സെല്ലിന്റെ സെക്രട്ടറി ആയിരുന്നു പ്രേരണാകുമാരി. അപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട വിശ്വാസം ഉള്ള ആളുകൾ, വിശ്വാസികൾ എന്ന് സ്വയം വിചാരിക്കുന്ന ആളുകളാണ് അവർ ഈ കാര്യമായിട്ട് പോയത്. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് പക്ഷേ മറ്റൊരു കാര്യം ഉണ്ടായിട്ട് എന്താണെന്നറിയോ? അത് പക്ഷേ അതായത് ഇങ്ങനെയാണ് അതിൻ്റെ കാര്യം. RSSന്റെ ജനറൽ സെക്രട്ടറി സുരേഷ് ഭയ്യാജി എന്നാണ് തോന്നുന്നു അദ്ദേഹത്തെ വിളിക്കുക, ഭയ്യാജി ജോഷി 2016 മാർച്ച് 12 നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനത്ത് വെച്ച് ഇങ്ങനെ പ്രസംഗിച്ചു. ഹിസ്റ്ററികളിലാണ് എഴുതപ്പെട്ടിട്ടാണ്. രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം. ചില അമ്പലങ്ങളിൽ ഇത് തടയുന്ന ചില ആചാരങ്ങളുണ്ട്, അത് മാറ്റണം. സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ നാം പ്രവർത്തിക്കണം. അതിനായി ബോധവൽക്കരണം നടത്തണം. ഇന്ന് സുരേഷ് ഭയ്യാജി ജോഷി, RSSന്റെ ജനറൽ സെക്രട്ടറി 2016 മാർച്ച് 12 നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനത്ത് വെച്ച് പറഞ്ഞു. ഇതൊക്കെ ഈ കേസ് നടക്കുമ്പോഴാണ്, ഈ സംഘപരിവാര കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ കേസ് നടത്തുമ്പോഴാണ്. എന്ന് വെച്ചാൽ അവരുടെ ഒരു സംഘപരിവാര BJP ആളുകളുടെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് നേരിട്ട് തന്നെയും കേരളത്തിലെ സംഘപരിവാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവ് എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ കേസിന്റെ വിധി വരുമ്പോൾ ഒക്കെയുള്ള ആ സമയത്ത് എനിക്ക് ശബരിമലയിൽ പോകാൻ ആഗ്രഹമുണ്ട് എന്ന് കോൺഗ്രസിന്റെ വനിതാ നേതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായിട്ട്. ഇപ്പോൾ പക്ഷേ അവർ ആ നിലപാടിലല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ടതില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എല്ലാവരും എതിർക്കുന്ന ഒരു സംഗതി ആയിരുന്നില്ല എന്നതാണ്.